ഹലോ ഗൈസ്, നമ്മളിന്ന് ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോവാണ്. എക്സ്പ്രസ് ഹൈവേയുടെ ആ വഴിയിലുള്ള ഇടത്തെ സൈഡിലൊരു ഹോട്ടലുണ്ട്. അശ്വിനി ഹോട്ടൽ എന്നോ അങ്ങനെ എന്തോ ആണ് പേര്. മറ്റേ ഇൻഫോ പാർക്കിന് ബാക്കിലോട്ടുള്ള റോഡില്ലേ, ആ നീളത്തിലുള്ള റോഡ് എക്സ്പ്രസ് ഹൈവേ. അവിടെ ഇടത്തെ സൈഡിലുള്ളൊരു ഹോട്ടലാണ്. 2 ആഴ്ച മുമ്പ് ഞാൻ അവിടെ പൊറോട്ടയും മുട്ടക്കറിയും കഴിക്കാൻ കയറിയപ്പോൾ ഒരു പയ്യൻ കൊണ്ടുതന്ന പയ്യൻ്റെ ഫോട്ടോ വീഡിയോ ഞാൻ എടുത്തായിരുന്നു വരയ്ക്കാൻ വേണ്ടി. അവൻ്റെ ഫോട്ടോ ഞാൻ വരച്ചായിരുന്നു, അത് കൊടുക്കാൻ വേണ്ടി പോവാണ്. ഇതാണ് ഞാൻ ഫോട്ടോ ഈ വീഡിയോയ്ക്കകത്ത് കാണിച്ചേക്കാം. ഫോട്ടോ വീഡിയോ എന്തെങ്കിലും കാണിച്ചേക്കാം ഇതിനകത്ത്. ഇത് നമുക്ക് കൊടുത്തിട്ട് വരാം, സർപ്രൈസ് ആയിട്ട് കൊടുത്തിട്ട് വരാം. ഓക്കെ, പോയിട്ട് വരാം. ഗൈസ്, നമ്മളൊരു ഫോട്ടോ കൊണ്ട് കൊടുത്തു. കടയിലൊരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇരുന്നു. കടയിൽ ചെന്നപ്പോഴേ ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ആൾക്കാരൊക്കെ ഉള്ളിടത്ത് പോയി ഫോട്ടോയൊക്കെ കൊടുത്ത് വീഡിയോ ഒക്കെ എടുക്കാൻ പോകുന്നു. ഒന്നാമത് എൻ്റെ കൈയൊക്കെ നല്ലപോലെ വിറയ്ക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ഇതൂടെ ആയിക്കഴിഞ്ഞപ്പോൾ നെഞ്ചൊക്കെ പടപടാന്ന് അടിച്ച് കൈയൊക്കെ വിറയ്ക്കാൻ തുടങ്ങി. അവിടെ പോയിരുന്ന് ചായ കുടിച്ച് പയ്യൻ സാധാരണ പുറത്താണ് അവിടെ ഇരിക്കാറുള്ളത്. ആൾക്കാരൊക്കെ ചായ കുടിക്കാനും ചെറിയ ചെറിയ എന്തെങ്കിലും കഴിക്കാനൊക്കെ പുറത്താണ് ഇരിക്കുന്നത്. പുറത്തൊരു സെറ്റപ്പ് പോലെ ഉണ്ട്. അപ്പോൾ ഞാൻ അകത്ത് കയറി ഇരുന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അകത്ത് കയറി ഒരു ചായ മാത്രം ഓർഡർ ചെയ്തു. ബാക്കി എല്ലാവരും ഗ്രൂപ്പായിട്ട് ഫ്രണ്ട്സായിട്ടൊക്കെ വന്നിരുന്ന് വലിയ വലിയ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് കഴിച്ചു. അപ്പോൾ ഞാൻ ചായ കുടിച്ചു. അപ്പോൾ അവരിങ്ങനെ നോക്കി, ചായ മാത്രം മതിയോ എന്നിങ്ങനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു ചായ മാത്രം മതി. ഞാൻ ചായ കുടിച്ചിട്ട് എങ്ങനെ കൊടുക്കും എന്ന് ആലോചിച്ച് ഞാൻ പയ്യനെ കണ്ട് അവൻ ഇങ്ങനെ നടന്നു പോകുന്നു. ഓരോ ആൾക്കാരൊക്കെ ഫുഡൊക്കെ കൊണ്ട് കൊടുത്ത്, മുട്ടക്കറി, ചായ, അങ്ങനെ ഓരോന്നേ കൊണ്ട് കൊടുത്ത്. ഇടയ്ക്കൊന്ന് അവൻ അവിടെ ഇരുന്ന് എന്തോ ഫോണിൽ ആരോ കോൾ വന്നപ്പോൾ ഇരുന്നേന്ന് തോന്നുന്നു. അവിടെ ഇരുന്നിട്ട് അവൻ എണീച്ച് അകത്തോട്ട് പോയി ഫുഡൊക്കെ കൊണ്ട് കൊടുത്തു. അപ്പം ഇവൻ പുറത്തെ ഫുഡ് കൊടുക്കുന്ന ഏരിയയിലോട്ട് ഇവൻ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചായ കുടിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഇത് പേപ്പറായിട്ട് കൊടുക്കണോ, അല്ല ബുക്കായിട്ട് കൊടുക്കണോ, കീറി പേപ്പറായിട്ട് കൊടുക്കണോ എന്നുള്ള രീതിയിൽ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ കീറിയിട്ട് ബുക്കിൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കാം. അപ്പം അവൻ വലിച്ചെടുക്കുമല്ലോ, അങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അവൻ വന്ന് അടുത്ത് ആ കഥവ് തുറന്ന് ഇങ്ങോട്ട് വരാൻ നേരത്ത് ഞാനിങ്ങനെ ബുക്ക് ഇങ്ങനെ പിടിച്ചിട്ട് വീഡിയോ ഇങ്ങനെ ഓണാക്കി വെച്ചേക്കാം. വീഡിയോ ഓണാക്കി ബുക്കിനിടയിൽ വെക്കുന്ന പേപ്പർ എടുത്തിട്ട് ബുക്കിൻ്റെ വീഡിയോ എടുത്തിട്ട് ഫ്രണ്ടിലോട്ട് അവനെ കാണിച്ച് ഇങ്ങനെ നോക്കിയപ്പോൾ അവൻ ഇങ്ങോട്ട് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് വരാമെന്ന് വെച്ച്. അവൻ ഇങ്ങോട്ട് വന്ന് എന്നിട്ട് ഇങ്ങനെ ബുക്ക് ഇങ്ങനെ കൊടുത്ത് പേപ്പർ എടുത്തോന്ന് പറഞ്ഞു. അവനിങ്ങനെ പേപ്പറോ എന്നുള്ളൊരു എന്തുവാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു. മുഖത്ത് വലിയ എന്തുവാ എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുന്നു. അപ്പോൾ അവൻ പേപ്പർ എടുത്ത് ഞാൻ പേപ്പർ പയ്യെ ഇങ്ങനെ വലിച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കുക പേപ്പർ. അവൻ തിരിഞ്ഞിങ്ങനെ നോക്കിയിട്ട് അവൻ ഭയങ്കര ചിരി, എന്താ പറയണമെന്ന് അറിയത്തില്ല. പുള്ളിക്കാരൻ ഭയങ്കര ചിരി, സന്തോഷമായി. താങ്ക് യു എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. അങ്ങോട്ട് പോകണോ, വേറെ ഓർഡർ എന്തെങ്കിലും എടുത്തോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് കൊള്ളാം അടിപൊളി ഫോട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ ചെയ്യണമെന്ന് അറിയാതെ ഏറ്റവും അവസാനം ചോദിച്ചു ഇൻസ്റ്റയിൽ അക്കൗണ്ട് ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഇൻസ്റ്റയിൽ അക്കൗണ്ടിൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്ത് പുള്ളിക്കാരൻ ഭയങ്കര സന്തോഷമായി. അവിടെ ചെന്നിട്ട് അവിടെ കൊണ്ട് വെച്ചിട്ട് ഫോണൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഇൻസ്റ്റയ്ക്കകത്ത് ഫോളോ ഒക്കെ ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയിട്ട് അവിടുത്തെ വേറൊരു ചേട്ടനെ, അവിടെ ജോലി ചെയ്യുന്ന വേറൊരു ചേട്ടനെ കാണിച്ചു. ആ ചേട്ടൻ്റെ പേരും ആരാണെന്നാണ്. ആ ചേട്ടനെ കൊണ്ട് കാണിച്ച് പിന്നെ അവിടെയുള്ള 2-3 പേരെ കൊണ്ട് കാണിച്ച്. അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ വീഡിയോ എടുക്കുന്നത്. അപ്പം മൊത്തത്തിലെടുക്കാൻ പറ്റിയില്ല. അപ്പോഴത്തേക്കും ഞാൻ ഇറങ്ങി, എന്തോ ചെയ്യണമെന്ന് പറയാൻ ഞാൻ പിന്നെ പൈസ കൊടുക്കാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ അവരൊക്കെ വന്നിട്ട് കാണിച്ചിട്ട് അവരൊക്കെ വന്ന് ഇങ്ങനെ കൊള്ളാം അടിപൊളി ഫോട്ടോ എന്നൊക്കെ പറഞ്ഞ് എന്നിട്ട് എൻ്റെ പേരൊക്കെ ചോദിച്ച്. മെയിൻ കാര്യം എന്ന് വെച്ചാൽ അവൻ്റെ പേര് നസീം എന്നാണെന്ന് തോന്നുന്നു. അവൻ്റെ പേര് ഞാൻ ചോദിക്കാൻ പറ്റും, ആ ഒരു വിറയലിൻ്റെ ഇടയിൽ ചോദിക്കാൻ പറ്റും. ഇനി ഇമ്പ്രൂവ് ചെയ്യാം, അതൊക്കെ റെഡിയാക്കി എടുക്കാം. ഇനി നല്ലപോലെ എടുക്കാം വീഡിയോ ഒക്കെ ആർക്കെങ്കിലും കൊടുക്കുവാണെങ്കിൽ. എന്നിട്ട് എന്തായിരുന്നു, എന്നിട്ട് ഞാൻ ഇറങ്ങി. എന്നിട്ട് ബില്ലൊക്കെ അടച്ചിട്ട് അവനെ നോക്കിയിട്ടൊന്നും കണ്ടില്ല. ബില്ല് അടച്ചിട്ട് വന്ന് അവനോട് പോവാന്ന് പറയാനായിട്ട് നോക്കിയപ്പോൾ അവനെ കാണുന്നില്ല. ഇവിടെയുള്ള അവിടുത്തെ ജോലിക്കാരും ഇച്ചിരി കുറച്ച് തിരക്കുള്ള കടയാണ്, വലിയ കടയാണ്. അവിടുത്തെ ജോലിക്കാരും അവരെല്ലാം ഇങ്ങനെ നോക്കി, അവനവിടെ ഒന്നും കാണുന്നില്ല. അവന് അപ്പുറത്തോട്ട് എന്തോ പോയി. അവൻ ഈ ഫോട്ടോയായിട്ട് അപ്പുറത്തോട്ട് എന്തോ പോയതാണ്, എന്തിനാണെന്നറിയത്തില്ല. അവനെ കാണുന്നില്ല, ആ കടയിലൊന്നും അവനെ കാണുന്നില്ല, എല്ലായിടം തപ്പി കാണുന്നില്ല. പിന്നെ ഞാൻ പോവാന്ന് പറഞ്ഞേരേന്ന് പറഞ്ഞ് പറഞ്ഞേക്കാൻ പറഞ്ഞു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലോട്ടല്ല, എറണാകുളത്താണ് ഞാനിപ്പോൾ. അവിടെ ജോലി കിട്ടി, അവിടെ 1 മാസമായി വന്നിട്ട്.
അപ്പോൾ അവിടെ കാക്കനാടാണ്. അങ്ങോട്ട് അവിടുത്തെ ഹോസ്റ്റൽ റൂമിലോട്ട് പോയി. അപ്പോൾ ആ വീഡിയോ ഒക്കെ ഞാൻ നോക്കിയിട്ട് ഇങ്ങനെ ചിരിക്കായിരുന്നു. അപ്പോൾ അവൻ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ബ്രോ എന്ന് പറഞ്ഞ്. അപ്പോൾ അതിന് റിപ്ലൈ ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ, അവൻ്റെ റിയാക്ഷനൊക്കെ ഞാൻ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ.